സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. വടക്കൻ കേരളത്തിൽ മഴ കനക്കും. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. എറണാകുളം ചെമ്പുമുക്ക് അട്ടിപ്പേറ്റി നഗർ റോഡ് ഇടിഞ്ഞു താണു. കോട്ടയം ഐക്കൊമ്പിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മണ്ണിടിച്ചിലിനെ തുടർന്ന് കൊങ്കൺ പാതയിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. ട്രാക്കിലേക്ക് വീണ മണ്ണ് നീക്കുന്നതിന് തടസ്സമാകുന്നെന്ന് റെയിൽവേ. രത്നഗിരിയിലെ ഖേഡിനും വിഹിനേര സ്റ്റേഷനും ഇടയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. രത്നഗിരി, ഖേഡ്, ചിപ്ലൂൺ സ്റ്റേഷനുകളിൽ കുടുങ്ങിയ യാത്രക്കാർക്കായി റെയിൽവേ പ്രത്യേക ബസ് സർവീസുകൾ ഏർപ്പെടുത്തി. കനത്ത മഴയിൽ കോഴിക്കോട് കാറിന് മുകളിൽ മരം കടപുഴകി വീണ് കാർ തകർന്നു. കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, എന്താണ് കോഴിക്കോട് അടക്കം വടക്കൻ കേരളത്തിലെ മഴയുടെ സാഹചര്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, വടക്കൻ ജില്ലകളിലെ മിക്ക ജില്ലകളിലും ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. വിവിധ ജില്ലകളിൽ മഴയുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. അതായത് മൂന്ന് വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായ മഴ വരും മണിക്കൂറുകളിലും തുടരുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ മഴയുമായി ബന്ധപ്പെട്ട് ഇന്ന് മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നില്ല. പക്ഷേ ഇടവിട്ടുള്ള ശക്തമായ മഴ കോഴിക്കോട് ജില്ലയിൽ തുടരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇടവിട്ടുള്ള മഴയാണ് ഇപ്പോഴും തുടരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, കനത്ത മഴയിൽ വടകരയിലാണ് ഒരു കാറിന് മുകളിൽ മരം വീണിട്ടുള്ളത്. ഈ കാറിന്റെ അകത്ത് ആളുകൾ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. അതോടൊപ്പം ഇരവഞ്ഞിപ്പുഴ, ചെറുപുഴ, ചാലിയാർ പുഴകളിൽ ജലനിരപ്പ് കാര്യമായി തന്നെ വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തീരദേശ മേഖലയിലുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുകയാണ്. ആവശ്യം വന്നാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ തീരദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളും ജാഗ്രത പാലിക്കണമെന്നാണ് പറയുന്നത്. മഴ ഇപ്പോഴും വിവിധ ഇടങ്ങളിൽ തുടരുകയാണ്. വേണു, രാഹുൽ, ഈ കൊങ്കൺ റെയിൽവേയിലെ തടസ്സങ്ങൾ എന്താണ്? വേണു, ഇന്നലെ രാത്രിയോട് കൂടിയാണ് കൊങ്കൺ പാതയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഏറെ ദിവസങ്ങളായി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ രാത്രി രത്നഗിരിയിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയാണ്. 5 ട്രെയിനുകളാണ് ഇപ്പോൾ വഴിതിരിച്ച് വിട്ടിട്ടുള്ളത്. അതായത് 163-45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. അതോടൊപ്പം നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസും 126-18 നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ് ഉൾപ്പെടെ 5 ട്രെയിനുകളാണ് ഇപ്പോൾ വഴിതിരിച്ച് വിട്ടിട്ടുള്ളത്. ഈ കൊങ്കൺ പാതയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. അതുകൊണ്ട് ഈ ട്രാക്കിലേക്ക് വീണിട്ടുള്ള മണ്ണ് നീക്കാൻ തടസ്സമാണ് എന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. മഴ വരും മണിക്കൂറുകളിലും തുടരുകയാണെങ്കിൽ ഈ ഗതാഗതം സാധാരണ നിലയിലാകാൻ ഇനി മണിക്കൂറുകൾ എടുക്കും. അങ്ങനെ വരികയാണെങ്കിൽ ആളുകൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടും. കാരണം ദീർഘദൂര ട്രെയിനുകളാണ് ഈ വഴിതിരിച്ച് വിടുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് വഴിതിരിച്ച് വിടുന്നത് സാധാരണക്കാരായ യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ആ യാത്രാ ദുരിതം മലബാറിനെയും കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. വേണു, ശരി. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.